ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ അല്ല എടുത്തിരിക്കുന്നത്. എല്ലുള്ള കഷ്ണങ്ങളും എല്ലാം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എല്ലൊക്കെ ഇട്ടാലേ ശരിക്കും ചില്ലി ചിക്കന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി എല്ല് ഇഷ്ടമില്ലാത്തവർ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് ഏകദേശം 1 കിലോ ചിക്കൻ വരും. ഞാൻ ഈ ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇതിൽ കോട്ട് ചെയ്യാനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 മുട്ടയും 1 ടേബിൾ സ്പൂൺ സോയ സോസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് കട്ടിക്ക് നമ്മൾ ഈ ബാറ്റർ എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നോക്കണം. പാകത്തിന് ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കട്ടി വേണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇതിന്റെ ബാറ്ററൊക്കെ നല്ലതുപോലെ ഈ ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് 1 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇത് നമ്മൾ ചില്ലി ചിക്കൻ ആക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓയിൽ ഇവിടെ ചൂടാവുമ്പോഴേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് ഓരോ പീസസ് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇത് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം ഇതിൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ ചിക്കൻ ഹാർഡായി പോകും. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയിരിക്കുന്ന ചിക്കനും ഇതേ എണ്ണയിലിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാള ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റണം. ഞാനിവിടെ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചാണ് ഫ്രൈ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ എണ്ണ അധികമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പനിക്കാലമാണ്. പനി വരുമ്പോഴേക്ക് കുറച്ച് ഉന്മേഷം വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡ്രിങ്ക് പറഞ്ഞുതരാം. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ ഇത് കുടിച്ച് നല്ല അനുഭവിച്ച് അറിഞ്ഞ ആളായതുകൊണ്ട് ഞാനത് പറയുവാണ്. ഒന്നുമില്ല, കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളത്തിൽ നാരങ്ങാനീര് പിഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ കലക്കിയ ശേഷം 5 മിനിറ്റ് ഇടവിട്ട് 2 ടേബിൾ സ്പൂൺ വീതം കുടിക്കുക. അതായത് നമ്മൾ മരുന്ന് കുടിക്കുന്നത് പോലെ, അല്ലാതെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് കഞ്ഞിവെള്ളം അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുടിക്കുകയല്ല. 5 മിനിറ്റ് ഇടവിട്ട് 2 ടേബിൾ സ്പൂൺ വീതം കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്കൂർ ഇതുപോലെ കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി നോക്കൂ, നല്ല ഉന്മേഷമായിരിക്കും നമ്മുടെ ബോഡിക്ക്. പനിയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് നെക്സ്റ്റ് അഭിപ്രായം എഴുതുക. ഓക്കെ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇതിപ്പോൾ ഇവിടെ പറയുന്നതെന്ന്. എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് അപ്പോൾ എനിക്കതിൽ നിന്ന് നല്ലൊരു എനർജി കിട്ടി. അന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ചധികം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വലിയ 2 പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം.
ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴേക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിനി സോയാ സോസ് ഇതിലേക്ക് ഒഴിക്കും. അതിൽ ഉപ്പിൻ്റെ അംശമുണ്ട്. അത് കണക്കാക്കിയുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് സെലറി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സെലറി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ശരിക്കും ചില്ലി ചിക്കന് സെലറിയൊക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും, ഞാനിവിടെ ടൊമാറ്റോ ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂട്ടിയിട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യും. ഈ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് പുളിയില്ലാത്ത ടൊമാറ്റോ കെച്ചപ്പ് വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. എല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഈ സോസും ചിക്കനും ഒക്കെ മിക്സ് ആവത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും 1 സവോള ഇതുപോലെ കുറച്ച് ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ ഓരോ ഇതളും ഇളക്കിയെടുത്തതാണ്. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോളയും ക്യാപ്സിക്കവും ഒരുപാട് കുക്കാവേണ്ട കാര്യമില്ല. ഇതിലിരുന്ന് തന്നെയുള്ള ചൂടിൽ അത് കുക്കായാൽ മതി. നല്ലൊരു ക്രഞ്ചി ആയിരിക്കണം കഴിക്കുമ്പോൾ. ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ബൗളിൽ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽ എടുത്തിരിക്കുവാണ്. ഈ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ് കുതിരാനായിട്ട് വെക്കാം. ഇനി ഇത് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന പാല് നമുക്കിനി തിളപ്പിച്ചെടുക്കണം. 1 ലിറ്റർ പാലിന് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാര ഈ പാലിൽ കിടന്ന് അലിയണം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. നല്ലതുപോലെ ഈ പാലിനി തണുക്കണം. പാലിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ നിന്ന് ഏകദേശം 1/4 കപ്പ് പാല് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഈ തിളപ്പിച്ച പാല് തണുപ്പിച്ചത് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഈ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാല് ഒരു ഐസ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഐസ് ട്രേ നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഈ തണുത്ത മിൽക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമുക്കിനി റോസ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ തിളപ്പിച്ച് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാൽ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഐസ് ട്രേ ഫ്രീസറിൽ നിന്നെടുത്ത് ആ ഐസ് ക്യൂബ് ഈ ഗ്ലാസ്സിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഈ കുതിർത്തി വെച്ചിരിക്കുന്ന ബേസിൽ സീഡ് ഒന്ന് ഇളക്കിയ ശേഷം ഓരോ ടേബിൾ സ്പൂൺ വീതം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ഓരോന്ന് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീമും കൂടി വെച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റോസ് മിൽക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാനാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാനാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് വളരെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സ്റ്റൗ ടോപ്പിലാണ് ഈ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറു ചൂടുവെള്ളം, അതായത് വാം വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂടുവെള്ളം തന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കണം. ഇനി ആദ്യം ഈ കൂട്ടി മാവിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലായിടവും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൽ നിന്ന് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കുമ്പോൾ മനസ്സിലാവും എത്ര വെള്ളം വേണം എന്നുള്ളത്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ബാക്കി വെള്ളം ദേ ഇവിടെ ഉണ്ട്. അതായത് 1/2 കപ്പ് വാം വാട്ടർ മതി ഇത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ബിറ്റ് നമ്മളിത് കുഴച്ചെടുക്കണം. ഈ മാവ് ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ കുഴച്ചെടുത്താൽ മാത്രമേ ഇത്ര സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ നല്ലതുപോലെ ഇത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇത്രയും സോഫ്റ്റ് ആയിരിക്കണം. ഇനി ഇതിന് പുറത്തേക്ക് ഞാൻ 1 ഡ്രോപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി തടവിയിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് ഈ പാത്രം മൂടിയിട്ട് ഇത് 2 മണിക്കൂർ മാറ്റി വെക്കും. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇത് പരത്തി നാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇതിവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയിട്ട് നാൻ ഉണ്ടാക്കാം. നമ്മളിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ നമുക്ക് ഈ മാവിനെ ഉരുട്ടിയെടുക്കണം. കണ്ടോ, ഇനി ഇതൊരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി നമുക്കിത് പാനിലിട്ട് ചുട്ടെടുക്കാം. ഈ ഇരിക്കുന്ന ഓരോ മാവും ഇതുപോലെ തന്നെ പരത്തി നമുക്ക് പാനിൽ ചുട്ടെടുക്കാം. ഈ എടുത്തിരിക്കുന്ന മാവിൽ ഒരു സൈഡിൽ നമുക്ക് വെള്ളം പതുക്കെ ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ടിത് ഈ പാനിന്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇത് റെഡി ആവുമ്പോഴേക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുവാണ്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഇഫ്താർ മീൽ പ്ലാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. നാനും ചില്ലി ചിക്കനും റോസ് മിൽക്കുമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.